ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫ് ലേഖന പഠന ക്ലാസ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എഫ് ലേഖനം 4-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. കർത്താവ് ഉയരത്തിലേക്ക് കയറി എന്നുള്ളതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുള്ള ആ പ്രസ്താവന വിശദമായിട്ട് ചിന്തിക്കാനായിട്ടൊക്കെ കർത്താവ് നമ്മളെ സഹായിച്ചു. ഇന്ന് നമ്മൾ അടുത്ത ആ വാക്യത്തിലേക്ക്, അതായത് എഫ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ആ 11-ാം വാക്യം ഞാൻ വായിക്കാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പം കർത്താവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ ഉയരങ്ങളിലേക്ക് കയറി, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് കയറി മനുഷ്യർക്ക് കൃപാവരങ്ങളെ കൊടുത്തു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്തു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചു. അപ്പോൾ ആ കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റുകളിൽ, ആ കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങളിൽ പെട്ട ചില കാര്യങ്ങളാണ് ഈ 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ കൃപാവരങ്ങൾ അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൾ ഒക്കെ സഭയിലാണ് ദൈവം കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സഭയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലിസ്റ്റ് അനുസരിച്ച് 4 തരത്തിലുള്ള ശുശ്രൂഷകന്മാരെയാണ് സഭയിൽ നിയമിച്ചിരിക്കുന്നത്. ചില ആളുകൾ ഇതിനെ 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാർ എന്ന് പഠിപ്പിക്കാറുണ്ട്. ഞാൻ ഇത് 4 തരത്തിലുള്ള ശുശ്രൂഷകന്മാർ എന്നാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നത് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇവിടെ അവിടെ പറയുക, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ആരാണ് നിയമിച്ചത് എന്ന് ചോദിച്ചാൽ ആ വാക്യത്തിൻ്റെ ആരംഭം പറയുന്നു അവൻ. ആരാണ് ഈ അവൻ? അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങൾ നമ്മൾ യേശുവിനെ കുറിച്ചാണ് ചിന്തിച്ചത്. അപ്പോൾ യേശുവാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നിയമിച്ചിരിക്കുന്നത്. അവിടെ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ ഉദ്ദേശിച്ചാണ്. ആ യേശുവിൻ്റെ സഭയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ എഫ് ലേഖനത്തിൽ തന്നെ നമ്മൾ മുൻപ് പഠിച്ചു. 1-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പഠിച്ചു 1-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു, അതായത് യേശുവിൻ്റെ കാൽ കീഴ് ആക്കി വെച്ചു. അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ക്രിസ്തു സഭയുടെ ആരാണ് എന്ന് ചോദിച്ചാൽ അവൻ സഭയുടെ തലയാണ്. സഭ ശരീരവും ക്രിസ്തു സഭയുടെ തലയുമാണ്. അപ്പോൾ ആ തലയായ ക്രിസ്തുവാണ് ഈ ശുശ്രൂഷകരെ ശരീരത്തിൽ അല്ലെങ്കിൽ സഭയിൽ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇനി ആരെയൊക്കെയാണ് നിയമിച്ചത് എന്ന് ചോദിച്ചാൽ, ഒന്ന് അപ്പോസ്തലന്മാർ, അടുത്തത് പ്രവാചകന്മാർ, മൂന്നാമത്തത് സുവിശേഷകന്മാർ, നാലാമത്തത് ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും. ഇത് രണ്ടും ഒരാൾ ചെയ്യേണ്ട പ്രവൃത്തിയാണിത്, ഒരാൾ ചെയ്യേണ്ട ശുശ്രൂഷയായത്. അപ്പം അങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത്. ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും. അപ്പം ഇടയ ശുശ്രൂഷയും ഉപദേഷ്ടാവിൻ്റെ ശുശ്രൂഷയും ഒരാളാണ് ചെയ്യേണ്ടത്, ഒരു സെയിം വ്യക്തിയാണ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പം ഇവിടെ ഈ ശുശ്രൂഷകരെയാണ് കർത്താവ് സഭയിൽ നിയമിച്ചിരിക്കുന്നത്. ഞാൻ ഒരു സഭാശുശ്രൂഷകനായിരുന്ന സമയത്ത് ഞാൻ അവസാനമായിട്ട് കേരളത്തിൽ ശുശ്രൂഷിച്ച സഭയിൽ ഒരിക്കലൊരു ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് അടുത്ത
ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് ഞാൻ ആ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വാക്യം വായിച്ചു. ഈ വാക്യം വായിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു എങ്ങനെയാണ്, കർത്താവ് സഭയ്ക്കകത്ത് ഈ 4 വിധ ശുശ്രൂഷകരെയാണ് നിയമിച്ചിരിക്കുന്നത്. അല്ലാതെ ചിലരെ പ്രസിഡൻ്റായും ചിലരെ സെക്രട്ടറിയായും ചിലരെ വൈസ് പ്രസിഡൻ്റായും ചിലരെ ജോയിൻറ്റ് സെക്രട്ടറിയായും ചിലരെ ട്രഷററായും ചിലരെ കമ്മിറ്റി അംഗങ്ങളായിട്ടും അങ്ങനെ നിയമിച്ചൊന്നും വാക്യമില്ല. അപ്പോൾ സഭയ്ക്ക് പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷററും വൈസ് പ്രസിഡൻറ്റും ജോയിൻറ്റ് സെക്രട്ടറിയും ഒന്നും സഭയ്ക്കില്ല. സഭയ്ക്കുള്ളത് ഈ പറയപ്പെട്ട ശുശ്രൂഷകന്മാരാണുള്ളത്. പിന്നെ ഈ പ്രസിഡൻറ്റ് സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് സംഘടനയുടെയാണ്. ഇത് രണ്ടും നമ്മൾ രണ്ടായിട്ട് തന്നെ കാണണം. ഒരിക്കലും ഞാൻ സഭയുടെ സെക്രട്ടറിയാണ് എന്ന് നിങ്ങളാരും പറയരുത്. സഭയ്ക്ക് സെക്രട്ടറി ഇല്ല, സംഘടനയ്ക്കാണ് സെക്രട്ടറി ഉള്ളത്. നിങ്ങൾ അംഗമായിരിക്കുന്ന ആ സംഘടനയുടെ ലോക്കൽ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കാം താങ്കൾ ഒരു പക്ഷേ, അല്ലെങ്കിൽ അതിൻ്റെ ട്രഷറർ ആയിരിക്കാം താങ്കൾ ഒരു പക്ഷേ. പക്ഷെ സഭയ്ക്ക് എന്തില്ല, ഇങ്ങനത്തെ ആ പോസ്റ്റുകളില്ല. സഭയ്ക്കകത്തുള്ള പോസ്റ്റുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയനും ഉപദേഷ്ടാവും. ഇതാണ് സഭയ്ക്കകത്തുള്ള പോസ്റ്റുകൾ. ഇത് നമ്മളൊരിക്കലും മറക്കാനായിട്ട് പാടില്ല. അപ്പം നമ്മളിവിടെ നിയമിച്ചിരിക്കുന്ന ആ പോസ്റ്റുകളെ കുറിച്ച് നമുക്കൊന്ന് ഓടിച്ചൊന്ന് ചിന്തിക്കാം. ആദ്യം പറഞ്ഞത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ 2 രീതിയിലുള്ള അപ്പോസ്തലന്മാരെ നമ്മൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, നമ്മൾ 2-ാം അധ്യായം പഠിച്ചപ്പോൾ അവിടെ നമ്മൾ കണ്ടു. എന്താണ് 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പം സഭ പണിയപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലന്മാരുണ്ട്. നമ്മൾ ആ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അത് പുതിയ നിയമ എഴുത്തുകാരെ ഉദ്ദേശിച്ചാണ്. പുതിയ നിയമം എഴുതാനായിട്ട് ദൈവം നിയമിച്ച വ്യക്തികളെയാണ് അവിടെ അപ്പോസ്തലന്മാരെന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ അപ്പോസ്തലന്മാരെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അവരെയല്ല. അപ്പം അപ്പോസ്തലൻ അല്ലെങ്കിൽ അപ്പോസ്റ്റലോസ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് അയക്കപ്പെടുന്നവർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്. ദൈവം സഭയിൽ ചിലരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അയക്കപ്പെടുന്നവരായിട്ട് നിയമിച്ചിട്ടുണ്ട്. അയക്കപ്പെടുന്നവരായിട്ട് എന്തിന്? ശുശ്രൂഷയ്ക്കായിട്ട് അയക്കപ്പെടാനായിട്ട്. അപ്പം ഒരു സഭയിൽ അംഗങ്ങളായിരുന്ന ആ സഭയിൽ ആയിരുന്ന വ്യക്തികളെ ദൈവം എന്ത് ചെയ്യുന്നു? അവരെ മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് അയക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആ അന്ത്യോക്യയിലുള്ള സഭ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവരോട് പറയുകയാണ്, ആ പൗലോസിനെയും ബർന്നബാസിനെയും നിങ്ങൾ അയക്കണം എന്ന് പറയുന്നു. അപ്പം സഭ അവരെ പ്രാർത്ഥിച്ച് കൈവച്ചവരെ അയക്കുന്നു. അപ്പം അന്ത്യോക്യ സഭയെ സംബന്ധിച്ചിടത്തോളം പൗലോസും ബർന്നബാസും ആ സഭയിലെ അപ്പോസ്തലന്മാരാണ്. അങ്ങനെ സഭയിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് അയക്കപ്പെടുന്നവരെയാണ് എന്ത് ചെയ്യുന്നത്? അപ്പോസ്തലന്മാരെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവരെങ്ങോട്ടേക്കാണ് അയക്കപ്പെടുന്നത്? 2 രീതിയിൽ അത് വരുന്നുണ്ട്. കാരണം ഒന്നുകിൽ ഇവർ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് അയക്കപ്പെടാം. അതായത് ഇപ്പോൾ എന്താണ് ഇപ്പം സപ്പോസ് ഇപ്പോൾ തൃശ്ശൂർ ഒരു സഭയുണ്ട്. ആ സഭയിൽ നിന്ന് പാലക്കാടുള്ള ഒരു സഭയിലേക്ക് ഒരു വ്യക്തിയെ അയക്കാം. അപ്പോൾ അയാൾ തൃശ്ശൂർ സഭയുടെ അപ്പോസ്തലനാണ്, തൃശ്ശൂർ സഭയിൽ നിന്ന് അയക്കപ്പെട്ടവനാണ്. എന്തിനാണ് അദ്ദേഹത്തെ പാലക്കാട് സഭയിലേക്ക് അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള സഭയെ എന്ത് ചെയ്യാനായിട്ട്? സഹായിക്കാനായിട്ട്, ഏതെങ്കിലും ഒരു ശുശ്രൂഷയിൽ ആ സഭയെ സഹായിക്കാനായിട്ടാണ് അയക്കുന്നത്. ഓക്കെ, അത് ചിലപ്പം ഇടയനും ഉപദേഷ്ടാവുമായിട്ടായിരിക്കാം, ചിലപ്പോൾ പ്രവാചകനായിട്ടായിരിക്കാം, ചിലപ്പോൾ സുവിശേഷകനായിട്ടായിരിക്കാം. അപ്പം അവിടെയുള്ള സഭയെ സഹായിക്കാനായിട്ട് ഈ സഭയിൽ നിന്ന് അയക്കപ്പെടുന്നു. അപ്പം ഈ സഭയെ സംബന്ധിച്ചിടത്തോളം അയാൾ അപ്പോസ്തലനാണ്. പക്ഷെ അയാൾ ചെല്ലുന്ന സഭയെ സംബന്ധിച്ചിടത്തോളം അയാൾ അപ്പോസ്തലനല്ല. അയാൾ ചിലപ്പോൾ പ്രവാചകനോ ഇടയനോ ഉപദേഷ്ടാവോ സുവിശേഷകനോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പം ആ രീതിയിൽ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് അയക്കപ്പെടാം.
അല്ലെങ്കിൽ ഒരു സഭയിൽ നിന്ന് സഭ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് സഭ സ്ഥാപിക്കപ്പെടാനായി അല്ലെങ്കിൽ സഭ സ്ഥാപിക്കാനായിട്ട് ഒരു വ്യക്തി അയക്കാം. അയാളും അപ്പോസ്തലനാണ്. ഈ രണ്ട് രീതിയിലാണ് അപ്പോസ്തലന്മാർ വരുന്നത്. ഒന്നുകിൽ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ആ സഭയെ സഹായിക്കാനായിട്ട് അയക്കപ്പെടുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു സഭയിൽ നിന്ന് സഭയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അവിടെ സഭ സ്ഥാപിക്കാനായിട്ട് അയക്കപ്പെടുന്ന ഒരു വ്യക്തി. ഈ രണ്ട് ഗ്രൂപ്പാണ് അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സഭയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, അവിടെ ഓൾറെഡി ഒരു സഭയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് മാറി വേറൊരു സഭ സ്ഥാപിക്കാനായിട്ട് ഒരിക്കലും അപ്പോസ്തലനെ അയക്കത്തില്ല. അങ്ങനെ ഒരു ശുശ്രൂഷ ബൈബിളിൽ ഇല്ല. കാരണം ബൈബിള് പഠിപ്പിക്കുന്ന സഭ എന്ന് പറയുന്നത് പ്രാദേശിക സഭയാണ്. ഇപ്പം വാണിയംകുളത്ത് അല്ലെങ്കിൽ പട്ടിക്കാട് അല്ലെങ്കിൽ ചെങ്ങന്നൂർ അല്ലെങ്കിൽ കല്ലിശ്ശേരി അല്ലെങ്കിൽ റാന്നി, അവിടെ ഒരു സഭയാണുള്ളത്. അവിടുത്തെ ദൈവമക്കളെല്ലാവരും, വിശ്വാസികളെല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു സഭയാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു സഭയുള്ളപ്പോൾ വേറൊരു സഭ സ്ഥാപിക്കാനായിട്ട് സഭ അപ്പോസ്തലനെ അയക്കില്ല. അത് സംഘടനയുടെ ആൾക്കാരയക്കുക. ഇത് സഭയും സംഘടനയും നമ്മൾ കറക്റ്റ് തിരിച്ചറിയണം. സഭ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരു സഭയുള്ളിടത്ത് വേറൊരു സഭ സ്ഥാപിക്കാനായിട്ട് ഒരിക്കലും സഭ ശ്രമിക്കില്ല. അത് സംഘടനയാണ് ശ്രമിക്കുന്നത്. IPC ഉള്ളിടത്ത് AG ഉള്ളിടത്ത് ഷാരോൺ ഉള്ളിടത്ത് ചർച്ച് ഓഫ് ഗോഡ്, അത് സ്റ്റേറ്റ്, റീജിയണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സംഘടനകളാണ്. ഇവരാണ് ഇത് ശ്രമിക്കുന്നത്. സഭ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സഭ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയുള്ള സ്ഥലത്തേക്ക് ഒരാളെ അയക്കുന്നെങ്കിൽ അത് അവിടെയുള്ള സഭയെ സഹായിക്കാനും ആ സഭയെ ശക്തിപ്പെടുത്താനുമായിട്ടാണ് അയക്കുക, അല്ലാതെ അവിടെ മറ്റൊരു സഭ ഉണ്ടാക്കാനായിട്ട് അല്ല. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള പോലെ ഞാനിവിടെ വാണിയംകുളം എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ വാണിയംകുളം എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയയാണ്. ഇപ്പം എൻ്റെ ഈ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വാണിയംകുളം ടൗണിലേക്ക് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ഉള്ളത്. ഈ 1.5 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് 6 സഭകൾ എന്ന പേരിലാണ് നടത്തപ്പെടുന്നത്. അത് 2 IPC, ഈ 2 IPCയും തമ്മിൽ 1/2 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഒരു ബ്രദറൻ ചർച്ച്, പിന്നെ ഒരു CSI ചർച്ച്, പിന്നെ വേറെ 2 സ്വതന്ത്ര പെന്തക്കോസ്ത് സഭകൾ. ഇങ്ങനെ 6 സഭകളാണ്. ഇതിൽ 4 പെന്തക്കോസ്ത് സഭകളാണ്. ഇവർ പരസ്പരം എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സംഭവം എന്താണ്. കാരണം ഒരു സ്ഥലത്തൊരു സഭയുണ്ടെങ്കിൽ പിന്നെ ദൈവാത്മാവ് ഒരാളെ അവിടേക്ക് അയക്കുന്നെങ്കിൽ, ദൈവാത്മാവ് സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരാളെ അയക്കുന്നെങ്കിൽ അവിടെ ഓൾറെഡി ഉള്ള സഭയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അയക്കുക, അല്ലാതെ അവിടെ വേറൊരു സഭ തുടങ്ങാനായിട്ട് ഒരാളെ അയക്കില്ല. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ന് നടക്കുന്ന പല പരിപാടികളും ദൈവവും ദൈവാത്മാവും അറിയാതെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് അപ്പോസ്തലൻ എന്ന് നമ്മൾ പറയുമ്പം ഉദ്ദേശിക്കുന്നത്. ഇതാണ് അപ്പോസ്തലൻ എന്ന് ബൈബിൾ പറയുന്നത്. അപ്പോൾ സഭയിൽ ദൈവം കർത്താവ് ചിലരെ അപ്പോസ്തലന്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു. നമുക്ക് മുമ്പോട്ടേക്ക് പോകാം. അടുത്തത് പറയുന്നത് അവൻ ചിലരെ പ്രവാചകന്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു എന്നാണ്. പ്രവാചകന്മാരായിട്ട്. അപ്പം പ്രവാചകൻ അവൻ പ്രവചിക്കുന്നവനാണ്. സഭയ്ക്കകത്ത് പ്രവചിക്കുന്നവനാണ് ആര്? പ്രവാചകൻ. അത് കർത്താവ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. പിന്നെ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ശുശ്രൂഷയായി ഈ പ്രവാചകൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പലരും ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കണിയാനെ പോലെ അല്ലെങ്കിൽ ജോത്സ്യനെ പോലെ ഭാവി പറയുന്ന ഒരു പരിപാടിയാണ്. അതായത് കർത്താവ് നിന്നെ അമേരിക്കയിലേക്ക് അയക്കാനായിട്ട് പോകുന്നു, കർത്താവ് നിന്നെ മഞ്ഞ് പെയ്യുന്ന നാട്ടിലേക്ക് അയക്കാനായിട്ട് പോകുന്നു, നീ ഇത്ര ദിവസമായിട്ട് വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ പാസ്പോർട്ടിൽ വിസ അടിക്കുന്നു എന്നൊക്കെ പറയുന്ന ഇങ്ങനത്തെ ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ എന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ പ്രവാചകന്മാരെന്ന് പറഞ്ഞ് കാണുന്നവരൊക്കെ ഇതാ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇതാണോ പ്രവചന ശുശ്രൂഷ? അല്ല, അത് കള്ളപ്രവചനമാണ്. അതൊക്കെ കള്ളപ്രവാചകന്മാരാണ്.
ഞാനിങ്ങനെ തുറന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ എന്നോട് വിരോധം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നോട് ഓൾറെഡി അത്യാവശ്യം ആൾക്കാർക്കൊക്കെ വിരോധമുള്ള ആൾക്കാരുണ്ട്, അതെനിക്ക് വിഷയമല്ല. ഓക്കെ, അപ്പം ഇതൊക്കെ കള്ളപ്രവചനങ്ങളാണ്. ഇതല്ല കർത്താവ് നിയമിച്ചിരിക്കുന്ന പ്രവചനം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് നിയമിച്ചിരിക്കുന്ന പ്രവാചകൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ദൈവത്തിൻ്റെ സത്യങ്ങൾ അവൻ സംസാരിക്കുക ചെയ്യുക. ദൈവത്തിൻ്റെ സത്യങ്ങൾ, ദൈവം സഭയോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സത്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ. മാത്രമല്ല അവൻ സഭയെ ചലഞ്ച് ചെയ്യുന്നു, ഉത്സാഹിപ്പിക്കുന്നതിന്, ദൈവഹിതത്തിനനുസരിച്ച് മുൻപോട്ട് പോകാനായിട്ട് സഭയെ ഉത്സാഹിപ്പിക്കുന്നു. അതാണ് പ്രവാചകൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അല്ലാതെ ദൈവം നിന്നെ നാളെ കാണ്ടയ്ക്കും മഞ്ഞ് പെയ്യുന്ന സ്ഥലത്തേക്ക് അയക്കാനായിട്ട് പോകുന്ന, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടാക്കാൻ, നോ, നെവർ. അതല്ല പ്രവാചക ശുശ്രൂഷ. അത് കള്ളപ്രവചനം. അത് കള്ളപ്രവാചകന്മാരാ. അത് നിങ്ങൾ മറക്കുകയേ ചെയ്യരുത്. ബൈബിൾ അനുസരിച്ചുള്ള പ്രവാചകൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സത്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളോട് സംസാരിക്കുകയും ആ ദൈവഹിതത്തിനനുസരിച്ച് നിങ്ങളെ മുൻപോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ആ പ്രവചന സന്ദേശത്തിലൂടെ അവർ ചെയ്യുന്നത് വിശ്വാസികളെ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ജീവിത ശൈലിക്ക് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുകയും അവരെ ഇൻസ്പയർ ചെയ്യുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രവാചകൻ്റെ ശുശ്രൂഷ. അല്ലാതെ ഭൗതിക സമ്പത്തിനെ കുറിച്ചോ ഭൗതിക വിടുതലിനെ കുറിച്ചോ ഭൗതിക നേട്ടത്തെക്കുറിച്ചോ ഒന്നും നിങ്ങളുടെ മനസ്സിനകത്തേക്ക് പറഞ്ഞ് ഉറപ്പിച്ച് ഈ ലോകസ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കുന്നതല്ല പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ദൈവനാമഹത്വത്തിന് വേണ്ടി, ദൈവഹിതപ്രകാരം അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി നമ്മിലുണ്ടാകത്തക്ക രീതിയിൽ ദൈവിക സത്യങ്ങൾ വിളംബരം ചെയ്യുന്ന, പ്രഖ്യാപിക്കുന്ന ശുശ്രൂഷയാണെന്ത് പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പം അത് കർത്താവ് സഭയിൽ ആക്കിയിരിക്കുന്ന ശുശ്രൂഷയാണ് എന്താ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത്, പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പം അപ്പോസ്റ്റലന്മാരെന്താണെന്ന് നമ്മൾ കണ്ടു, പ്രവാചകന്മാരെന്താണെന്ന് നമ്മൾ കണ്ടു. മൂന്നാമതോടെ പറഞ്ഞിരിക്കുന്നത് ചിലരെ സുവിശേഷകന്മാരായി അവൻ നിയമിച്ചിരിക്കുന്ന ഒന്നാണ്. എന്താണ് സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ സഭയിൽ സുവിശേഷകന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണുള്ളത് സഭയ്ക്കകത്ത്. കാരണം ഈ സുവിശേഷകൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭയ്ക്ക് പുറത്തുള്ളവരോട് പ്രീച്ച് ചെയ്യുക, പ്രസംഗിക്കുക ചെയ്യുന്നത്. ബാക്കി ഉള്ള ശുശ്രൂഷകളൊക്കെ സഭയ്ക്കകത്തായിരിക്കുമ്പോൾ സുവിശേഷകൻ്റെ ശുശ്രൂഷ സഭയ്ക്ക് പുറത്താണ്. അവൻ സഭയിൽ അംഗങ്ങളായിട്ടില്ല, അല്ലാതെ സഭയിലേക്ക് വന്നിട്ടില്ലാത്തവരോടാണ് അവൻ പ്രസംഗിക്കുന്നത്. എന്താണ് അവൻ പ്രസംഗിക്കുക? അവൻ പ്രസംഗിക്കുന്നത് സുവിശേഷമാണ്. ഒരിക്കലും വിടുതലോ സൗഖ്യമോ ഭൗതിക അനുഗ്രഹമോ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം അതൊന്നുമല്ല അവൻ പ്രസംഗിക്കുക. അവൻ പ്രസംഗിക്കുന്നത് സുവിശേഷമാണ്. എന്താണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി? മാനസാന്തരവും പാപമോചനവും യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുന്നതാണെന്ത് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പം അത് പുറമെ സഭയ്ക്ക് പുറത്തുള്ള വ്യക്തികളോട്, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിച്ചിട്ടില്ലാത്തവരോട്, യേശു നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നും ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നതിലൂടെ, നിങ്ങൾ മാനസാന്തരപ്പെടുന്നതിലൂടെ നിങ്ങൾക്ക് പാപമോചനവും നിത്യജീവനും ലഭിക്കുന്നു എന്നുള്ള ആ സുവിശേഷത്തിൻ്റെ സന്ദേശം പുറമെ സഭയ്ക്ക് പുറത്തുള്ളവരോട് പ്രഖ്യാപിക്കുന്ന വ്യക്തിയാണ് ആര്? സുവിശേഷകൻ എന്ന് പറയുന്നത്. അവനൊരിക്കലും വിടുതലല്ല പ്രസംഗിക്കുക, മറക്കരുത്. രോഗസൗഖ്യമോ അനുഗ്രഹമോ അല്ല അവൻ പ്രസംഗിക്കുക. അവൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്നവനാണ് സുവിശേഷകൻ. ഇന്ന് പലപ്പോഴും സുവിശേഷ യോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പരിപാടികളൊക്കെ നടത്തിയിട്ട് അവിടെ പ്രസംഗിക്കപ്പെടുന്നത് സുവിശേഷം അല്ല. ഞാൻ പലപ്പോഴും ആ വിഷയം അഡ്രസ്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് സുവിശേഷമല്ല, അതല്ല സുവിശേഷം. സുവിശേഷം എന്താണെന്ന് ബൈബിൾ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് സുവിശേഷം. അപ്പം ആ സന്ദേശം എന്ത് ചെയ്യണം? സഭയ്ക്ക് പുറത്തുള്ള ജനത്തോട് പ്രസംഗിക്കണം. അപ്പം അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അല്ലെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ടില്ലാത്ത വ്യക്തികളെ സുവിശേഷത്തിലുള്ള വിശ്വാസത്തിലേക്കും അതുവഴി സഭയിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം അവനാണ് ശരിക്കും സഭയുടെ മുന്നണി പോരാളി എന്ന് പറയുന്നത്. അവനെപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് പ്രസംഗിക്കാനായിട്ട് വളരെ പാഷനേറ്റായിട്ടുള്ള, വളരെ തീവ്രമായ അഭിലാഷയുള്ള ഒരു വ്യക്തിയായിരിക്കും ഇദ്ദേഹം, ഈ സുവിശേഷകൻ എന്ന് പറയുന്നത്. മറക്കരുത്. ഇതാണ് സുവിശേഷകൻ. അപ്പം ഈ സുവിശേഷകൻ സഭയ്ക്ക് പുറത്ത് പ്രസംഗിക്കുക. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സുവിശേഷം നമ്മൾ സഭയ്ക്ക് പുറത്ത് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഈ ബിബ്ലിക്കൽ കുറേ ടെർമിനോളജികളുണ്ട്. അത് കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത് പുറത്തുള്ളവർക്ക് മനസ്സിലാകില്ല. അപ്പം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സരളമായിട്ടും ലളിതമായിട്ടും അവർക്ക് ഗ്രഹിക്കത്തക്ക രീതിയിൽ അവർക്കൂടെ മനസ്സിലാകുന്ന വാക്കുകൾ ഉപയോഗിച്ച് സുവിശേഷ സന്ദേശം കൺവേ ചെയ്യുക, അവരോട് ആശയവിനിമയം ചെയ്യുക എന്നുള്ളതാണ് ഒരു സുവിശേഷകൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. ഒരിക്കലും ഈവൻ വിശ്വാസികൾക്ക് പോലും പലപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ലാത്ത ബിബ്ലിക്കൽ ടെർമിനോളജികളൊക്കെ പുറത്തു പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർക്കൊട്ടും മനസ്സിലാവില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം കൺവേ ചെയ്യുന്ന, അതാണ് സുവിശേഷകൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ റോമലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താണ്? റോമലേഖനം 10 അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ഇങ്ങനെയാണ്: എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പം പ്രസംഗിക്കാനായിട്ട് സഭ അയക്കുന്നു, അവർ പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുന്നവനില്ലെങ്കിൽ സുവിശേഷം മറ്റുള്ളവർ കേൾക്കില്ല. പ്രസംഗിക്കണമെങ്കിൽ അപ്പം എന്ത് ചെയ്യണം? സഭ എന്ത് ചെയ്യണം? അയക്കണം. അപ്പം സുവിശേഷകന്മാരെ സഭ എന്ത് ചെയ്യണം? അയക്കണം. എന്തിന്? സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അയക്കണം. ഓക്കെ. 2 തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതെങ്ങനെയാണ് പറയുന്നത്? 2 തിമോഥെയോസ് 4:5 വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. അപ്പോൾ തിമോഥെയോസിനോട് പൗലോസ് പറയുന്നതാണ്, നീ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. അപ്പം അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതാണ് സുവിശേഷകൻ എന്ന് പറയുന്നത്. നമുക്ക് മുൻപോട്ടേക്ക് പോകാം. അടുത്ത ഫെസ്ലൻത്തി പറഞ്ഞിരിക്കുന്നത് ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് രണ്ടും ഒരേ വ്യക്തി ചെയ്യേണ്ട ശുശ്രൂഷയാണ് ഇത് രണ്ടും എന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഇത് 2 പേരായിട്ട് ചെയ്യേണ്ടതല്ല. അപ്പം ഇടയനായിരിക്കുന്ന വ്യക്തി അവൻ ഉപദേഷ്ടാവും കൂടെ ആയിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഇടയനായിരിക്കുന്ന വ്യക്തി അവൻ ഉപദേഷ്ടാവും കൂടെ ആയിരിക്കും എന്ന് തന്നെയാണ് ബൈബിള് പറയുന്നത്. ഓക്കെ. അപ്പം അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. അപ്പം 1 തിമോഥെയോസിൻ്റെ ലേഖനം അതിൻ്റെ 3 അധ്യായത്തിൻ്റെ 2 വാക്യത്തെ നമ്മൾ വായിക്കുന്ന ഇതാണ്: എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിക്കുവാൻ സമർത്ഥനുമായിരിക്കണം. അപ്പോൾ ഒരു പാസ്റ്റർ ഒരു ടീച്ചറും കൂടെ ആയിരിക്കണം. ടീച്ചർ അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റർ അല്ല. കാരണം പാസ്റ്ററുടെ ശുശ്രൂഷയാണെന്ത്? ടീച്ചിങ് എന്നുള്ളത്. അധ്യക്ഷൻ അവൻ ഉപദേശിപ്പാൻ സമർത്ഥൻ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ഒരാൾ ചെയ്യേണ്ട ശുശ്രൂഷയാണ്, ഒരുമിച്ചുള്ള ശുശ്രൂഷയാണ്. പക്ഷേ ഇത് രണ്ട് ശുശ്രൂഷയാണ്. അപ്പം ഈ വ്യക്തിയിൽ കർത്താവ് 2 ശുശ്രൂഷകൾ ഒരുമിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ശുശ്രൂഷ നമ്മൾ 2ആയിട്ട് പഠിക്കും. പക്ഷേ ഇത് രണ്ടും ചെയ്യുന്നത് ഒരേ വ്യക്തി ആയിരിക്കും എന്ന് മറക്കരുത്. അപ്പം എന്താണ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ? എന്താണ് പാസ്റ്ററുടെ റോള് എന്ന് പറയുന്നത് ഒരു സഭയ്ക്കകത്ത് ഏറ്റവും ദൃശ്യമായിട്ട് കാണുന്ന ഒരു റോളാണ് പാസ്റ്ററുടെ റോള്. കാരണം
അദ്ദേഹം ആ കമ്മ്യൂണിറ്റിയുടെ, ആ സഭ എന്ന ആ കൂട്ടത്തിൻ്റെ ഇടയനാണ്. അപ്പം ഇദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഈ കൂട്ടത്തിന് സപ്പോർട്ട് കൊടുക്കുന്നു, മാത്രമല്ല കെയർ കൊടുക്കുന്നു. ആവശ്യമുള്ള സമയങ്ങളിൽ അവർക്ക് അവരെ കരുതാനും അവരെ ശുശ്രൂഷിക്കാനും ഒക്കെ തയ്യാറുള്ള ഒരിടയൻ, മാത്രമല്ല അവരെ നയിക്കുന്നത്. അതുകൊണ്ട് ആ തിമോഥെയോസ് ലേഖനത്തിൽ അധ്യക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം സഭയെ നയിക്കുന്നത്, വിശ്വാസികളെ നയിക്കുന്നത് ആരാണ്? ഇടയനാണ്. അപ്പം ഇടയൻ മുമ്പേ പോകുന്നു, വിശ്വാസികൾ പുറകെ പോകുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു സഭ ശരിയായിട്ടുള്ള വഴിയിലൂടെ അല്ല പോകുന്നത് എന്ന് ഉണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ ഇടയൻ്റെ പ്രശ്നമാണത്. കാരണം ഇടയനാണ് മുമ്പേ പോകുന്ന ഇടയൻ്റെ പുറകെയാണ് ആടുകൾ എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. അപ്പം ഇടയനത് വളരെ ശ്രദ്ധിക്കണം. ഇടയൻ്റെ യാത്ര വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. കാരണം അവൻ നയിക്കുന്നവനാണ്, അവനെയാണ് വിശ്വാസികൾ നോക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പുറകെയാണ് വിശ്വാസികൾ വരുന്നത്. ഓക്കെ, അപ്പം അവിടെ ഈ വിശ്വാസികളുടെ കൂട്ടത്തിന് സഭയ്ക്ക് വേണ്ട കരുതലും ശുശ്രൂഷകളും സഹായങ്ങളും ഒക്കെ ചെയ്ത് അവരെ മുൻപോട്ട് നടത്തുക എന്നുള്ളതാണ് ഈ ആരുടെ? ഇടയൻ്റെ ശുശ്രൂഷ. പാസ്റ്റർ എന്ന് നമ്മൾ പറയുന്ന, പാസ്റ്റർ എന്നുള്ളത് ഷെപ്പേർഡ്, ഇടയൻ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഞാനിവിടെ ഒന്ന് വായിക്കാം. യിരെമ്യാ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയാണ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. ഓക്കെ, അപ്പം എൻ്റെ മനസ്സിന്, ദൈവത്തിൻ്റെ മനസ്സിന് അനുയോജ്യരായിട്ടുള്ള, അക്കോർഡിംഗ് ടു മൈ ഹാർട്ട്, എൻ്റെ ഹൃദയപ്രകാരമുള്ള, എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും. അപ്പം ആ ഇടയന്മാരെന്താ ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കണം. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയ്ക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഇടയൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിനൊത്ത ഇടയൻ എന്ന് പറഞ്ഞാൽ, ആ ഇടയൻ എന്താണ് ചെയ്യുക? തൻ്റെ അധ്യക്ഷതയിൽ, തൻ്റെ കീഴിൽ ദൈവം നൽകിയിരിക്കുന്ന ആ വിശ്വാസികളുടെ സമൂഹത്തെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയ്ക്കും. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ ഒറ്റ ബുദ്ധി പ്രകാരം നമുക്ക് പോകാനായിട്ട് പറ്റില്ല. ഒരു പാസ്റ്റർക്ക് ഒരിക്കലും ഒറ്റ ബുദ്ധിയിൽ പോകാനായിട്ട് പറ്റില്ല. അവൻ വിശ്വാസികളുടെ പ്രശ്നം എന്താണ്, സഭയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് വളരെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അവരെ കർത്താവിൻ്റെ പാതയിൽ നടത്തുക എന്നുള്ളതാണ് ഒരു പാസ്റ്ററുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ മറക്കരുത്. പലപ്പോഴും പല പാസ്റ്റർമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പോകുന്നവരൊക്കെ പൊക്കോട്ടെ, എനിക്ക് അതിനകത്തൊന്നുമില്ല, താല്പര്യമുള്ളവർ നിന്നാൽ മതി. നോ, അങ്ങനല്ല. അതൊരു പാസ്റ്ററുടെ മനസ്സല്ല. അത് ഒരിക്കലും അല്ല. ഒരു പാസ്റ്റർ, ഒരു ഇടയൻ ചെയ്യുന്നത് അവിടെ ഉള്ള വിശ്വാസികളെ വ്യക്തിപരമായിട്ട് അവൻ കൃത്യമായിട്ട് നിരീക്ഷിച്ച് അവർക്ക് ഏത് മേഖലയിലാണ് അവർക്ക് സഹായം വേണ്ടത് എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അത് കൊടുക്കുന്നവനാ പാസ്റ്റർ. അതിന് തയ്യാറുള്ള ആളാണ് ഇടയൻ. അവനൊരിക്കലും ഒരാടിനെയും പൊക്കോട്ടെ അല്ലെങ്കിൽ ചത്തോട്ടെ എന്ന് വിചാരിക്കില്ല, ഒരിക്കലുമില്ല. അവൻ ബുദ്ധിയോടെയും ജ്ഞാനത്തോടെയും അവരെ മുൻപോട്ട് നടത്തുക ചെയ്യുക. അപ്പം അതിനുവേണ്ടി ഒരുപക്ഷെ അവൻ താന്നു കൊടുക്കേണ്ടി വരും. ചിലപ്പം സ്വന്തം ആത്മാഭിമാനമൊക്കെ ചിലപ്പോൾ പണയം വയ്ക്കേണ്ടി വരും. പക്ഷേ അവൻ്റെ ലക്ഷ്യം വിശ്വാസികളുടെ ആത്മീക വർധനവായിരിക്കും. മറക്കരുത്. ഓക്കെ, അതൊരിക്കലും മറക്കരുത്. അത് ആ ശുശ്രൂഷയ്ക്കകത്തുള്ളതാണത്. അതാണ് ദൈവത്തിൻ്റെ മനസ്സിനൊത്ത ഇടയന്മാർ എന്ന് പറയുന്നത്. പലരും ഈ ശുശ്രൂഷയ്ക്കകത്തുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും മനസ്സൊക്കെ മടുത്ത് എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പോകുള്ളൂ, മനസ്സുള്ള മതി എന്നൊക്കെ ചിന്തിക്കും. നെവർ, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചിന്തിക്കരുത് ദയവായിട്ട്. കാരണം നമ്മൾ നിൽക്കുന്നത് കർത്താവ് തൻ്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ സഭയുടെ ഇടയന്മാരായിട്ടാണ് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ വലിയൊരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്, മറക്കരുത്. അപ്പോൾ അത് വളരെ ഗൗരവത്തോടുകൂടെയും ബുദ്ധിയോടും ജ്ഞാനത്തോടും കൂടെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഇടയൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്.
അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇടയൻ ചെയ്യുന്ന മറ്റൊരു ശുശ്രൂഷയാണ് ടീച്ചർ, പഠിപ്പിക്കുക, ഉപദേഷ്ടാവ്. അപ്പം എന്താണ് ഉപദേഷ്ടാവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനം കൃത്യമായും വ്യക്തമായും ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നു. അതാണ് ഉപദേഷ്ടാവ് ചെയ്യുന്നത്, ഉപദേശകൻ ചെയ്യുന്നത്, ടീച്ചർ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, അത് ജനങ്ങൾ വേണേ കേട്ടോണം, അങ്ങനെയല്ല. വചനം എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ജനത്തിന് മനസ്സിലാകത്തക്ക രീതിയിൽ അവരെ പഠിപ്പിക്കുന്നവനാണ് ആര്? ടീച്ചർ, അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ വ്യക്തമായിരിക്കണം, കേൾവിക്കാർക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റിയിരിക്കണം. മാത്രമല്ല അതൊരു മനസ്സിലാക്കിയിരിക്കണം. അത് ദൈവവചനം എന്തു പറയുന്നോ അത് മാത്രമായിരിക്കണം നമ്മൾ പഠിപ്പിക്കേണ്ടത്. സംഘടനയുടെ ഉപദേശങ്ങളോ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യരുത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വാസികൾ ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഗൗരവമേറിയ സത്യങ്ങൾ അവർ മനസ്സിലാക്കുകയും അതവരുടെ ഡെയിലി ലൈഫിൽ അവർ അപ്ലൈ ചെയ്യാനായിട്ട്, അവരുടെ ദൈനംദിന ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിയുകയും ചെയ്യണം. ഈ രീതിയിലാണ് ഒരു ഉപദേഷ്ടാവ് ദൈവവചനം എന്ത് ചെയ്യേണ്ടത്? പഠിപ്പിക്കേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. ഒന്ന്, ദൈവവചനം എന്തു പറയുന്നോ അതുള്ളതുപോലെ പഠിപ്പിക്കുക. 2, വ്യക്തതയോടെ പഠിപ്പിക്കുക. 3, ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കുക. 4, അവരാ ദൈവവചനത്തിലെ ഗൗരവമേറിയ സത്യങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിക്കുന്ന രീതിയിൽ പഠിക്കുക. ആ സത്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊരു ഗൗരവമേറിയ ശുശ്രൂഷയായത്. അപ്പം ഇത് ആരാ ചെയ്യേണ്ടത്? പാസ്റ്ററാണ് ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് കർത്താവ് ചിലപ്പോൾ പാസ്റ്റർമാരല്ലാത്ത ചിലരെയും ചിലപ്പം ടീച്ചേഴ്സായിട്ട് എഴുന്നേൽപ്പിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ജനറലി സ്പീക്കിംഗ് എന്താണ്? പാസ്റ്റർ തന്നെ ആയിരിക്കണം ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് മാത്രം കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുള്ള ചില വ്യക്തികൾ ഉണ്ടാകില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പം ടീച്ചർ എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ആയിട്ട് വരും. പക്ഷെ ഒരിക്കലും ഒരു പാസ്റ്റർ ടീച്ചർ അല്ലാതിരിക്കാനായിട്ട് പാടില്ല. ഒരു ടീച്ചർ പാസ്റ്റർ അല്ലാതിരിക്കാം, പക്ഷെ ഒരു പാസ്റ്റർ ഒരിക്കലും ടീച്ചർ അല്ലാതിരിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അതാണ് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ 1-2 വാക്യങ്ങളോട് നമുക്കൊന്ന് വായിച്ചു നോക്കണം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ. അവിടെ പറയുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. അപ്പം നോക്കിയേ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും, അതാണ് ഈ ദൈവത്തിൻ്റെ വചനം അതാണ്. അതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ ദൈനംദിന ജീവിതത്തിൽ അവരത് അപ്ലൈ ചെയ്യണം. പ്രായോഗിക തലത്തിലേക്കത് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉപദേശിക്കേണ്ടത്. ആ രീതിയിൽ ഉപദേശിക്കുക എന്നുള്ളത് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള, സഭയ്ക്ക് നൽകിയിട്ടുള്ള ഒരു പ്രത്യേക ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മറക്കരുത്. ഇത്തരണത്തിൽ എബ്രായ ലേഖന കർത്താവ് ആ എബ്രായ സഭയിൽ വിശ്വാസികളെക്കുറിച്ച് പറയുന്ന ഒരു കംപ്ലൈൻറ്റ് അതോടെ പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. അപ്പോൾ എബ്രായ ലേഖനകർത്താവ് പറയുക, നിങ്ങൾ വിശ്വാസത്തിൽ വന്ന കാലം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ടീച്ചേഴ്സ് ആകേണ്ട കാലം കഴിഞ്ഞു, ഉപദേഷ്ടാക്കന്മാരാകേണ്ട കാലം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരുന്നു? ഉപദേശിച്ച് തരേണ്ടി വരുന്നു. എന്താ ഇതിനകത്തെ പ്രശ്നം? 2 വിഷയങ്ങളാണ് ഉള്ളത്. ഒന്ന്, സഭയ്ക്കകത്ത്
ടീച്ചിങ്, പഠിപ്പിക്കൽ എന്ന് പറയുന്ന ശുശ്രൂഷ കൃത്യമായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് ദൈവവചനത്തിലെ ഗ്രാഹ്യമില്ല. 2, ഇവർ വ്യക്തിപരമായിട്ടും ദൈവവചനം പഠിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. മറക്കരുത്. അപ്പം ഈ 2 രീതിയിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ പറയും, നമ്മുടെ സഭകളിൽ ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെടണം. ഇനി നിങ്ങളുടെ സഭകളിൽ അതിനുള്ള സാഹചര്യമില്ലെങ്കിൽ, കർത്താവ് കൃപകൾ ഏൽപ്പിച്ചിട്ടുള്ള പലരും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ച് നിങ്ങളുടെ സഭകളിൽ ദൈവവചനം പഠിപ്പിക്കാനായിട്ടുള്ള അവസരം നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞത് വെറുതെ വൈകാരിക പ്രകമ്പനം ഉണ്ടാക്കുന്ന, കണ്ടക്ഷോഭം നടത്തുന്ന പ്രസംഗകരെ വിളിക്കാനല്ല. വചനം കൃത്യമായിട്ട് ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ, അവരെ അതനുസരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ബൈബിൾ ടീച്ചേഴ്സ്, അങ്ങനെയുള്ളവരെ നിങ്ങളുടെ സഭകളിൽ നിങ്ങൾക്ക് വിളിച്ച് ദൈവവചനം പഠിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ സഭയിലെ വിശ്വാസികൾ അവർ വളരട്ടെ, അവർ വളർന്ന് അവർ ഉപദേഷ്ടാക്കന്മാരായി തീരട്ടെ, അവർ ടീച്ചേഴ്സായി തീരട്ടെ. അതിനായിട്ട് സഭകളിൽ ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കർത്താവ് സഭയിൽ ആക്കിയിരിക്കുന്ന ശുശ്രൂഷകന്മാരെ കുറിച്ച്. അത് 4 5 എന്തെങ്കിലും ആട്ടെ. ഞാനത് 4 പറയുന്നു, മറ്റു ചിലർ 5 പറയുന്നു. അതെനിക്ക് വ്യക്തമായിട്ടൊരു എനിക്കൊരു പ്രശ്നമല്ലാതെ. പക്ഷേ ഈ ശുശ്രൂഷകൾ നമ്മുടെ സഭകൾക്കകത്ത് ദൈവവചനം വിവക്ഷിക്കുന്ന രീതിയിൽ, ദൈവവചനം അതേക്കുറിച്ച് മാർഗനിർദ്ദേശം തന്നിരിക്കുന്ന രീതിയിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് നടക്കുന്നില്ലെങ്കിൽ, ഇത് നമ്മുടെ സഭയിലില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സഭയുടെ ആരോഗ്യത്തെ ബാധിക്കും. അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇനി എന്തിനാണ് ഈ ശുശ്രൂഷകൾ ദൈവം സഭയിൽ വച്ചിരിക്കുന്നത്? അടുത്ത ക്ലാസ്സുകളിൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ ശുശ്രൂഷകന്മാർക്കായിട്ട് സ്തോത്രം. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ദൈവസഭയുടെ ആത്മീക വർധനവിന് വേണ്ടി വിശ്വസ്തയോടെ ഉപയോഗിക്കുവാൻ അടിയങ്ങളെ കർത്താവ് ഒരുമിച്ച് സഹായിക്കണം. അതിനുവേണ്ട കൃപ, അതിനുവേണ്ട കഴിവുകൾ എല്ലാം കർത്താവ് ഞങ്ങൾക്ക് പിന്നെയും നൽകണമേ. അവിടെ ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കണം. കർത്താവെ, സഭകൾ ഈ ശുശ്രൂഷകളെല്ലാം കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് സഭകൾ വളരുവാൻ ദൈവം സഹായിക്കണം. എല്ലാ മഹത്വവും അവിടത്തേക്ക് ഞങ്ങൾ നൽകുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.